നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇന്റർനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഡിവൈസ് വഴി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ പല രാജ്യങ്ങളിലെ ഡിവൈസ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളും തമ്മിൽ ഒരു കണക്ഷൻ വരണം അല്ലേ? ഒരു അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഡാറ്റ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു കണക്ഷൻ വേണ്ടേ? അപ്പോൾ ഈ ഒരു കണക്ഷൻ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലോട്ട് എത്തിക്കുന്നത് കടലിന്റെ അടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴിയാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങൾ തമ്മിലും ഈ ഒരു കടലിന്റെ അടിയിലൂടെ ഈ ഫൈബർ കണക്ഷൻ കൊണ്ടുവരുന്നത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ കമ്പനീസാണ്. ഞാനിപ്പോൾ ക്രോമിൽ ഒരു വീഡിയോ കാണാൻ പോവാ. അപ്പോൾ ഈ വീഡിയോ ഇരിക്കുന്ന അമേരിക്കയിലെ ഡാറ്റാ സെന്ററിലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു കടലിന്റെ അടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴിയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഈ കമ്പ്യൂട്ടറിലെല്ലാം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് 0-1 ബൈനറി ഡാറ്റ രൂപത്തിലാണ്. അപ്പോൾ ഈ 0-1 ഡാറ്റ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെ ലൈറ്റ് രൂപത്തിലാണ് കടന്നു പോകുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ലൈറ്റ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് എത്തി. ഈ ഒരു ലൈറ്റ് വീണ്ടും ബൈനറി ഡാറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, വീണ്ടും വീഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്റർനെറ്റിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് ഇന്റർനെറ്റ് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നമ്മൾ വേറെ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്, അതെടുത്ത് വാച്ച് ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ ഇന്ത്യയിൽ എത്തി, കടൽ വഴിയാണ് വന്നതല്ലേ? അപ്പോൾ ഈ കടൽ വഴി വരുന്ന ഈ ഫൈബർ കേബിൾ പല സ്ഥലത്തായിട്ട് എത്തിച്ചേരുന്നുണ്ട്. അതായത് പല രാജ്യങ്ങളിൽ നിന്നും പല കണക്ഷൻസ് പല ഏരിയയിലാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ കൊച്ചി, ട്രിവാൻഡ്രം, അതുപോലെ ചെന്നൈ, മുംബൈ ഇതുപോലെ പല കടൽ തീരങ്ങളിലാണ് ഈ കേബിൾ വന്ന് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ കടൽ തീരത്ത് വന്നിരിക്കുന്ന ഈ ഒരു കണക്ഷൻ നമുക്ക് ഇന്ത്യയിലെ എല്ലായിടത്തും എത്തിക്കണം അല്ലേ? ഓരോ വീടുകളിലും അതുപോലെ സിറ്റി പല പ്രദേശങ്ങളെല്ലാം കൊണ്ടു ചെല്ലണം. അപ്പോൾ ഇതെല്ലാം എത്തിക്കുന്നത് സെല്ലുലാർ കമ്പനി, അതായത് മൊബൈൽ നെറ്റ്വർക്ക്സ്, ഈ ജിയോ, വോഡഫോൺ, എയർടെൽ പോലുള്ള കമ്പനീസാണ്. അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് കമ്പനീസ്, ഈ കേരള വിഷൻ പോലുള്ള ബ്രോഡ്ബാൻഡ് കമ്പനീസ്. അപ്പോൾ ഈ മൊബൈൽ നെറ്റ്വർക്ക്സ് കമ്പനീസ് ഈ കണക്ഷൻ എത്തിക്കുന്നത് ഈ കടൽ തീരത്ത് നിന്നും ഫൈബർ കണക്ഷൻ വഴി ഓരോ ഏരിയകളിലും ടവറിലോട്ട് എത്തിക്കും. പിന്നെ ഈ ടവർ വഴി റേഡിയോ സിഗ്നലായിട്ട് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ബ്രോഡ്ബാൻഡ് കമ്പനീസ് ഈ ഒരു സ്ഥലത്ത് നിന്നും എല്ലാ പ്രദേശങ്ങളിലോട്ടും ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ വഴി വീണ്ടും കണക്ഷൻ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള പ്രശ്നം നമ്മളൊരു ഹൈ റേഞ്ച് ഏരിയ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ ആകെ കുറച്ച് വീടുകൾ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അവർക്ക് എങ്ങനെ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുക? ഇപ്പോൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആണെങ്കിൽ ഈ ഒരു കേബിൾ അവിടെ വരെ എത്തിക്കണം അല്ലേ? ചിലപ്പോൾ മലമുകളിലായിരിക്കും, അതുവരെ കണക്ഷൻ കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു കേബിൾ അവിടെ എത്തിക്കാനുള്ള ചെലവ് വളരെ കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് വിചാരിക്കുക, വേറെയും പ്രശ്നങ്ങളുണ്ട്. അതായത് ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ വലിയൊരു കാറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ കേബിൾ പൊട്ടും, നമുക്ക് കണക്ഷൻ പോകും, ഇത് വീണ്ടും ഫിക്സ് ചെയ്യാതിരിക്കണം അല്ലേ? ഇനി മൊബൈൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ 5G ഒക്കെ വന്നതല്ലേ, പക്ഷേ ചില ഏരിയയിൽ ഒരു കട്ട പോലെ റേഞ്ച് കിട്ടാറില്ല. നമുക്ക് തന്നെ അറിയാം, നമുക്ക് ടൂറൊക്കെ പോകുന്ന സമയത്ത് വയനാട് അല്ലെങ്കിൽ മൂന്നാർ പോകുന്ന സമയത്ത് ഒരു കട്ട റേഞ്ച് പോലും ഉണ്ടാവില്ല. അപ്പോൾ നെറ്റ് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ കാർഡ് നോക്കി ഇങ്ങനെ ഇരിക്കും. ഇനി അവിടെ റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്ത് പുതിയ ടവറുകൾ വരണം അല്ലേ? പക്ഷേ ആ കമ്പനികൾക്ക് പുതിയ ടവറുകൾ കൊണ്ടുവയ്ക്കാനുള്ള പരിമിതികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, അതുപോലെ തന്നെ പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവർക്ക് വീഡിയോ കോൾ ചെയ്യേണ്ടി വരും, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ വീഡിയോ കോൾസ് പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് വേണം. അപ്പോൾ ലോകത്തുള്ള പല സ്ഥലങ്ങളിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ എത്താത്തതും അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്ക് കിട്ടാത്തതായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കാൻ പറ്റും? അപ്പോൾ അതിനുള്ള ആൻസർ ആണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ്. എന്താണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ്? നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. എന്താണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ്? സാറ്റലൈറ്റ് വഴി എങ്ങനെയാണ് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ നേരത്തെ പറഞ്ഞു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴിയാണ് നമുക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇന്റർനെറ്റ് കിട്ടുന്നത് നമുക്ക് നോക്കാം. നമ്മളൊക്കെ വീട്ടിൽ TV കാണാൻ വേണ്ടിയിട്ട് ഡിഷ് TV യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഈ ഡിഷ് TV എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഒരു ഡിഷ് ആന്റിന ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് സാറ്റലൈറ്റിലോട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ ആ സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽ കിട്ടും. ആ സിഗ്നൽ റിസീവറിലോട്ട് പാസ് ചെയ്യും. എന്നിട്ട് പാസ് ചെയ്ത സിഗ്നൽ വീഡിയോ ഓഡിയോ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് TV കാണാൻ പറ്റും. അപ്പോൾ ഈ സെയിം മെത്തേഡാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാറ്റലൈറ്റ് ഇന്റർനെറ്റിലും നമുക്കൊരു ഡിഷ് ഉണ്ട്. അപ്പോൾ സാറ്റലൈറ്റിൽ നിന്നും ഇന്റർനെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിഷ് കറക്റ്റ് പൊസിഷനിൽ നിൽക്കണം. അപ്പോൾ ഈ ഡിഷ് TV ഒക്കെ വെക്കുന്ന സമയം നമ്മൾ തന്നെ കറക്റ്റ് പൊസിഷനിൽ വെക്കണമായിരുന്നു. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് ഇന്റർനെറ്റിൽ ഈ ഒരു ഡിഷ് ഓട്ടോമാറ്റിക്കലി ഈ സാറ്റലൈറ്റിലോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കും. ഞാനൊരു വീഡിയോ സെർച്ച് ചെയ്യാൻ പോവാം മൊബൈലിൽ. അപ്പോൾ ഈ റിക്വസ്റ്റ് ഫസ്റ്റ് ബൈനറി രൂപത്തിൽ, അതായത് 0-1 ഡാറ്റയായിട്ട് മോഡത്തിലെത്തും. എന്നിട്ട് ഈ മോഡത്തിൽ നിന്നും ഡിഷിലോട്ട് എത്തും. എന്നിട്ട് ഈ ഡിഷിൽ നിന്ന് ഈ ഒരു ബൈനറി ഡാറ്റ റേഡിയോ സിഗ്നലായിട്ടാണ് സാറ്റലൈറ്റിലോട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സാറ്റലൈറ്റിൽ ഈ ഒരു റിക്വസ്റ്റ് എത്തി അല്ലേ? ഇനി സാറ്റലൈറ്റിൽ നിന്നും ഈ ഒരു റിക്വസ്റ്റ് താഴെ ഭൂമിയിലുള്ള ഒരു ഗ്രൗണ്ട് സ്റ്റേഷനിലോട്ട് പറഞ്ഞയക്കും. അപ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റേഷനിൽ
ഓപ്ഷനിൽ പറയുന്ന പേരാണ് NOC, നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെന്റർ. അപ്പോൾ ഇനി NOC ആണ് ഇനി ഡാറ്റ എടുത്തുകൊണ്ട് വരുന്നത്. ഇപ്പോൾ NOC എങ്ങനെയാണ് ഡാറ്റ എടുക്കുന്നത്? ഓൾറെഡി ഇന്റർനെറ്റ് ഉണ്ടല്ലേ. ഇപ്പോൾ ഈ NOC ഈ ഫൈബർ ഇന്റർനെറ്റ് വഴി കണക്ട് ചെയ്ത് എവിടെയാണോ ഡാറ്റ ഇരിക്കുന്നത് അവിടെ പോയി ഡാറ്റ എടുത്തിട്ട് തിരിച്ചു വരും. എന്നിട്ട് ഈ കിട്ടിയ ഡാറ്റ തിരിച്ച് വീണ്ടും റേഡിയോ സിഗ്നൽസ് ആയിട്ട് സാറ്റലൈറ്റ് പറഞ്ഞയക്കും. എന്നിട്ട് ആ സാറ്റലൈറ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ഡിഷിലോട്ട് ഈ സിഗ്നൽ എത്തും. ഇനി ഈ കിട്ടിയ സിഗ്നൽ വീണ്ടും മോഡത്തിലോട്ട് എത്തി വീണ്ടും അത് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ മൊബൈലിൽ വീഡിയോ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും, ഈ ഒരു ബൈനറി ഡാറ്റ എങ്ങനെയാണ് ഈ റേഡിയോ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അപ്പോൾ അതിന് മുന്നേ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമുക്കറിയാം 010101 ഈ രൂപത്തിലാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബൈനറി ഡാറ്റ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈനറി ഡാറ്റ ഇത് 01 എന്നുള്ള ഡാറ്റ ലൈറ്റ് രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ 1010 എന്നുള്ള ഈ ഒരു ബൈനറി ഡാറ്റ ലൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ 1010 എന്നുള്ളത് ലൈറ്റ് ഓൺ ഓഫ് എന്നുള്ള രൂപത്തിലാണ്. അപ്പം അങ്ങനെയാണ് ഈ ബൈനറി ഡാറ്റ ലൈറ്റ് രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഡിഷിൽ നിന്നും ഈ ഒരു ബൈനറി ഡാറ്റ റേഡിയോ സിഗ്നൽസ് ആയിട്ടാണ് സാറ്റലൈറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ റേഡിയോ സിഗ്നലായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ റേഡിയോ വേവ്സുകളായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വേവ്സ് എന്ന് പറഞ്ഞാൽ തിരമാലകൾ പോലെയാണ്, അതിൽ തിരകൾ ഉണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ 1010 എന്നുള്ള ഡാറ്റ എങ്ങനെയാണ് തിരമാലകളോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക? നമുക്ക് മനസ്സിലാവണം ഓരോ തിര എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നല്ലേ. ഇപ്പോൾ ഒരു വലിയൊരു തിര വന്നു 1, ചെറിയൊരു തിര 0, വീണ്ടും വലിയ തിര 1, വീണ്ടും ചെറിയ തിര 0. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഹൈറ്റ് കൂടിയ തിരമാല, ഈ ഹൈറ്റിന് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഇപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് കൂടുന്ന സമയത്ത് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യും, ഈ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ സമയത്ത് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡാറ്റ വേവ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് മാറ്റുന്ന അല്ലാതെ വേറെ രൂപത്തിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സമയത്ത് എത്ര വേവ്സ് ഉണ്ടോ, എത്ര തിരമാലകളുണ്ടോ അതിൻ്റെ ഒരു കൗണ്ടാണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ സമയത്ത് ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ അത് 1 ആയിട്ട് കൺസിഡർ ചെയ്യും, ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞാൽ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ 2 രീതിയിലാണ് ഈ ബൈനറി ഡാറ്റ റേഡിയോ വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഫസ്റ്റ് സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത് 1962. അപ്പോൾ അതിൻ്റെ പേരാണ് ടെൽസ്റ്റാർ 1. അപ്പോൾ അതിനുശേഷം ഒരുപാട് കമ്പനീസ് സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തു. പക്ഷെ അവർ ഫേസ് ചെയ്തൊരു ഇഷ്യൂ നല്ലൊരു സ്പീഡ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ സ്പീഡ് ഇല്ലാതെ പോയത്? ഇപ്പോൾ ഭൂമിയിലെ ഡിവൈസിൽ നിന്ന് ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റ് സാറ്റലൈറ്റ് വരെ സഞ്ചരിച്ച് അത് തിരിച്ചു വരണം അല്ലേ. നിലവിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന 2 കമ്പനീസാണ് വയാസാറ്റും ഊസ്നെറ്റും. അപ്പോൾ ഇവരുടെ സാറ്റലൈറ്റ് ഇരിക്കുന്നത് ഭൂമിയിൽ നിന്ന് 35,000 കിലോമീറ്റർ മേലെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലാണ്. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് വേണം തിരിച്ച് ഡാറ്റ എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ആ ഒരു ടൈം ഡിലേ ഉണ്ടല്ലോ, അതാണ് ലേറ്റൻസി. ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഗെയിമിംഗ് കളിക്കുന്ന സമയത്തോ ഇത് ഡിലേ വരാൻ പാടില്ല, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം അല്ലേ. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം അടുത്തുള്ള രാജ്യമാണ് ദുബായ്. അപ്പോൾ ഈ ദുബായിൽ നിന്നും ഇന്ത്യയിലോട്ട് ഒരു ഫൈബർ കണക്ഷൻ ഉണ്ട് അല്ലേ. ഏകദേശം ഒരു 5200 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു കണക്ഷൻ കിടക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഫൈബർ ഇന്റർനെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിച്ചാൽ മതി. പകരം നമ്മൾ സാറ്റലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 35,000 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണം. അപ്പോൾ ഭയങ്കര ഒരു ഡിലേ വന്നു അല്ലേ. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എലോൺ മസ്കിൻ്റെ സ്പേസ് കമ്പനി സ്റ്റാർലിങ്ക് എന്നൊരു പ്രോജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ സാറ്റലൈറ്റ് ഏകദേശം 600 കിലോമീറ്റർ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതിയല്ലേ, പെട്ടെന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ ഭൂമിക്ക് അടുത്ത് ഈ സാറ്റലൈറ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാറ്റലൈറ്റ് കുറച്ച് പ്രദേശം മാത്രമേ കവർ ചെയ്യൂ. അപ്പോൾ അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ പ്രദേശങ്ങളും കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് സാറ്റലൈറ്റ് വെക്കേണ്ടി വരും. അപ്പോൾ ഇവർ എയിം ചെയ്യുന്ന ഭൂമിയിലെ എല്ലായിടത്തും ഇന്റർനെറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം 42,000 സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കണമെന്ന്. ഇപ്പോൾ 2023 ശേഷം കണക്കനുസരിച്ച് ഒരു ഏകദേശം 5,000 സാറ്റലൈറ്റ് അവർ ഓൾറെഡി അവിടെ എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഇപ്പോൾ ലോകത്തുള്ള പല ഏരിയകളിലും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ ഡിഷും ഒരു മോഡും ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ഇന്റർനെറ്റ് പ്ലാൻ പർച്ചേസ് ചെയ്താൽ നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റാർലിങ്ക് പോലെ ആമസോൺ കമ്പനിയും സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റിന്റെ പേരാണ് കൈപ്പർ. ഇപ്പോൾ ഈ സ്പേസ് ഈ ആമസോൺ തമ്മിൽ ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ് നമ്മുടെ അംബാനി ജിയോ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ജിയോ പറയുന്നത് ഇന്ത്യയിലെ എല്ലാവർക്കും ഒരു അഫോർഡബിൾ പ്രൈസിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്, നമുക്ക് കണ്ടറിയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർനെറ്റിന്റെ സ്പീഡാണ്. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ഫൈബർ ഇന്റർനെറ്റിൽ ഏകദേശം 1 GB/s സ്പീഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർലിങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ മാക്സിമം കിട്ടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 200 to 300 MB/s ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ വയാസെറ്റ് ഊസ്നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഇത് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടോ? നമുക്ക് ഓൾറെഡി സ്പീഡിൽ നെറ്റ് കിട്ടുന്നുണ്ടല്ലേ, ഇനി എന്തിനാണ് ഈ ഒരു സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ആവശ്യം? അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഈ സിറ്റികളിലോ അല്ലെങ്കിൽ നോർമൽ പ്രദേശങ്ങളിലോ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനല്ല, പകരം ഫൈബർ കണക്ഷൻ എത്താത്തതും അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്ക് കിട്ടാത്ത ഏരിയകളിലും ഒരു സ്റ്റേബിൾ ഇന്റർനെറ്റ് കണക്ഷൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പം ഈ പറഞ്ഞത് സ്റ്റാർലിങ്ക് നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റർനെറ്റ് സ്പീഡിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇനി ബാക്കിയുള്ള എല്ലാ സാറ്റലൈറ്റും കൂടെ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ലോകം മൊത്തം കവർ ചെയ്യാൻ നല്ല ഹൈ സ്പീഡ് ഇന്റർനെറ്റ്
ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അവർ എയിം ചെയ്യുന്നത് 10 GB/s സ്പീഡാണ്. അപ്പോൾ നിലവിലുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് നൽകുന്ന സ്പീഡിനേക്കാൾ ഇവർക്ക് നൽകാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഫൈബർ കണക്ഷൻസ് എല്ലാം റീപ്ലേസ് ആവുമെന്ന് പറയപ്പെടുന്നു. നമുക്കിനി ഭാവിയിൽ കണ്ടറിയാം. ഇപ്പോൾ സാലറി ഇന്റർനെറ്റ് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്ത് വിചാരിക്കാം, ഫൈബർ കണക്ഷൻ. എന്നിട്ട് വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ പുതിയ വീട്ടിലോട്ട് വീണ്ടും ഫൈബർ കണക്ഷൻ എടുക്കണം, കേബിൾ വലിക്കണം. ഇപ്പോൾ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഷും ഈ ഒരു മോഡും എടുത്തിട്ട് അങ്ങോട്ട് പോയി അവിടെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. വേറെ കണക്ഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കണക്ഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഹൈറേഞ്ച് ഏരിയയിലൊക്കെ വർക്ക് ഫ്രോം ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ഒരു ഡിവൈസും വെച്ച് ഇന്റർനെറ്റ് ആക്സസ് ചെയ്ത് സുഖമായിട്ടിരുന്നെങ്കിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഇനി പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.